ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമുക്ക് ഗിദെയോന്റെ അടുത്ത സവിശേഷത നോക്കാം. ദൈവഭയമുള്ളവൻ. ന്യായാധിപന്മാർ 6:1. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. ജനം തങ്ങൾക്ക് തോന്നിയതുപോലെ നടന്ന കാലം. ദൈവഭയമില്ല. അന്യദേവന്മാരെ സേവിച്ചും ആരാധിച്ചും സകല വഷളത്വത്തിലുമാണ് അവരുടെ ജീവിതം. തങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവത്തെയും അവന്റെ അത്ഭുതങ്ങളെയും അവർ മറന്നു കളഞ്ഞു. എന്നാൽ ഗിദെയോൻ അങ്ങനെ ആയിരുന്നില്ല. വഴിതെറ്റിപ്പോക്കുവാനുള്ള എല്ലാ സാധ്യതകളും തന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. താൻ ഒരു യൗവനക്കാരനുമായിരുന്നു. എന്നാൽ ഗിദെയോൻ അങ്ങനെയൊന്നും ചെയ്തില്ല. എന്ന് മാത്രമല്ല, ഈ വലിയവനായ ദൈവം ആരെന്ന് അവന് വ്യക്തമായി അറിയാമായിരുന്നു. 6:11. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നതെന്ത്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിഥ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയണമെങ്കിൽ ഗിദെയോൻ ഈ ദൈവത്തെക്കുറിച്ചും ഈ ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. അവന്റെ പിതാക്കന്മാർ അവനോട് ഇത് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാകാം. ഘനമേറിയ പ്രതികരണമാണ് ദൈവദൂതനോട് അവനിൽ നിന്ന് ഉണ്ടായതെങ്കിലും ദൈവത്തിന്റെ ബലമുള്ള കരങ്ങൾ കൊണ്ടാണ് മിസ്രൈമിൽ നിന്ന് തന്റെ പൂർവികരെ വിടുവിച്ച അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വഴി നടത്തിക്കൊണ്ടുവന്ന ദൈവത്തോടുള്ള ഭയഭക്തി നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവന്റെ വാക്കുകളിൽ. ഈ ദൈവം ഇപ്പോൾ ഈ ജനത്തിന്റെ മധ്യത്തിൽ ഇല്ല എന്ന തിരിച്ചറിവും അതിന്റെ കാരണങ്ങളും അവന് വ്യക്തമായി അറിയാം. ആവർത്തനം 13:5. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം. യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി സേവിപ്പിൻ. ഇങ്ങനെ ഇസ്രായേൽ ജനത്തോട് ആവർത്തിച്ച് പറഞ്ഞിട്ടും അവർ ദൈവത്തെ ഭയപ്പെട്ടില്ല. എന്ന് മാത്രമല്ല, ഈ വലിയവനായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞ് അന്യദൈവത്തെ ആരാധിക്കുന്നതായി കാണുന്നു. എന്നാൽ ഗിദെയോൻ ഈ ദൈവത്തെ ഭയപ്പെട്ടു എന്ന് നമുക്ക് 6:22 വാക്യം വായിക്കുമ്പോൾ മനസ്സിലാകും. അവൻ യഹോവയുടെ ദൂതൻ എന്ന് ഗിദെയോൻ കണ്ടപ്പോൾ, അയ്യോ ദൈവമായ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല എന്ന് അരുളി ചെയ്തു. യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ ഞാൻ ഈ ദൈവത്തെ അഭിമുഖമായി കണ്ടു. ദൈവത്തെ കണ്ട ഒരു വ്യക്തിയും ജീവനോട് ഉണ്ടാവുകയില്ല എന്നുള്ള ആ അറിവ് ഗിദെയോനിൽ ഉണ്ടായിരുന്നു. താൻ കണ്ട ദൈവം ജീവനുള്ള ദൈവമാണെന്നുള്ള ബോധ്യം ഗിദെയോനുണ്ടായിരുന്നു. ആ ദൈവഭയം ഗിദെയോനിൽ ഉണ്ടായിരുന്നു. ഉൽപ്പത്തി 39:9 യോസഫ് ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? ദൈവഭയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് യോസഫ് ഇങ്ങനെ പറയുവാനായിട്ടിടയായത്. എന്നാൽ ഇന്ന് ദൈവഭയമില്ലാത്ത തലമുറയുടെ മധ്യത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. സഭാപ്രസംഗി 12:13. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. അതെ, ഈ വലിയവനായ ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ഈ മരുഭൂ പ്രയാണത്തിൽ മുന്നേറുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗിദെയോന്റെ അടുത്ത സവിശേഷത, അവൻ ഒരു അധ്വാനശീലനായിരുന്നു. 6:11. ഗിദെയോൻ ഗോതമ്പ് മിഥ്യാന്റെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിച്ചുകൊണ്ടിരിക്കും. മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുന്ന ഗിദെയോനെ നമ്മളിവിടെ കാണുന്നു. തങ്ങൾ നട്ടുണ്ടാക്കുന്ന എല്ലാ ധാന്യങ്ങളും എല്ലാ വിളകളും മിഥ്യാനിൽ വന്ന് നശിപ്പിച്ച് കളയും. എന്നാൽ മിഥ്യാന്റെ കയ്യിൽ പെടാതെ ഇങ്ങനെ ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. എന്നാൽ സാഹചര്യങ്ങളെല്ലാം തന്റെ മുമ്പിൽ പ്രതികൂലമായി നിൽക്കുമ്പോഴും തന്നെ കൊണ്ടാവുന്നത് പോലെ അധ്വാനിക്കാനുള്ള ആ മനസ്സ് അത് ഗിദെയോനിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സമയവും സകലവും അനുകൂല സാഹചര്യത്തിലും ദൈവത്തിനായി അധ്വാനിക്കുന്ന കാര്യത്തിൽ നമ്മൾ എങ്ങനെ? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യാം. ദൈവം തന്റെ ദൗത്യ നിർവഹണത്തിനായുള്ള ഉപകരണങ്ങളായി തിരഞ്ഞെടുത്തിരിക്കുന്ന എല്ലാവരും തന്നെ അവരവരുടെ ജീവിത പശ്ചാത്തലങ്ങളിൽ
അധ്വാനശീലരായിരുന്നു. ദാവീദ് അപ്പന്റെ ആടുകളെ മേയ്ക്കുമ്പോൾ ആട്ടിൻകുട്ടികളെ ആക്രമിച്ച സിംഹത്തെയും കരടിയെയും കൊന്ന് അവയെ സംരക്ഷിക്കുന്നു. അധ്വാനശീലവും ഉത്തരവാദിത്വമുള്ള ദാവീദിനെ നമ്മൾക്കിവിടെ കാണാം. കർത്താവ് തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതും അധ്വാനശീലന്മാരാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുക്കുന്നത്. കഠിനാധ്വാനികളായിരുന്നു അവർ. കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ മനസ്സുള്ളവരെയാണ് ദൈവം ഓരോ ദൗത്യവും ഏൽപ്പിക്കുന്നത്, അല്ലാതെ മടിയന്മാരെയല്ല. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം വാങ്ങുവാൻ നമ്മൾ ഓരോരുത്തരും നിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് നമുക്ക് ദൈവഭയത്തോടെ കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, കർത്താവിന്റെ വേല വിശ്വസ്തയോടെയും സത്യസന്ധതയോടെ ചെയ്യുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ.